ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എത്തുന്നില്ലേ? എടുക്കുന്നില്ല മുത്തശ്ശി. അയ്യോ 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 അയ്യോ. കണിമംഗലം ഗ്രൂപ്പ് ഞാൻ വളരെ മുമ്പേ കേട്ടിട്ടുണ്ട്. പക്ഷേ കൂടുതൽ അറിയുന്നത് നമ്മുടെ ബെഞ്ചമിനിലൂടെ. ഓഫ് കോഴ്സ് നിങ്ങളുടെ MD വരുൺ, ഹീസ് എ നൈസ് പേഴ്സൺ. താങ്ക് യു. സോ ഐ എക്സ്പെക്ട് ഇൻ ഫ്യൂച്ചർ വരുണുമായും ഈ കമ്പനിയുമായും വലിയ വലിയ എഗ്രിമെന്റുകൾ, വലിയ വലിയ ഡീലുകൾ എല്ലാം ചെയ്യാൻ സാധിക്കട്ടെ. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഓ ഓക്കെ. അപ്പൊ ഇനി എല്ലാവർക്കും നിങ്ങളുടെ സീറ്റുകളിലേക്ക് പോവാം. ഓക്കെ സർ. ഹർഷിത്, നമുക്കൊന്ന് പുറത്തു പോകുന്നതിൽ കുഴപ്പമുണ്ടോ? എവിടേക്കാ പോകുന്നേ? അല്ല, ഒന്നുമില്ല. നമുക്ക് ഏതെങ്കിലും ഒരു ഹോട്ടലിലേക്ക് പോവാം. കുറച്ചു നേരം നമുക്ക് അവിടെ ചെലവഴിക്കാം. കൂട്ടത്തില് ഒരു ലഞ്ചും ആവും. വരുൺ സാറിന്റെ ട്രീറ്റ് എന്ന് പറഞ്ഞാൽ അതാണ്. ബട്ട് യു വിൽ എൻജോയ് ഇറ്റ്. ഓക്കെ, നമുക്ക് മൂവ് ചെയ്യാം. ഓക്കെ, എന്നാ പിന്നെ ബെഞ്ചമിൻ താങ്കൂടെ വാ. അയ്യോ, അത് വേണ്ട സാർ. ഇവിടെ എനിക്ക് പിടിപ്പത് പണിയുണ്ട്. അതിന് മുടക്കം വന്നാൽ ശരിയാവില്ല. ഹർഷിത്, കേട്ടില്ലേ? ഇത്രയും സിൻസിയർ ആയ ഒരാളെ കൂടെ കിട്ടിയതാണ് എന്റെ ഭാഗ്യം. എനിവേ, താങ്ക് യു ബെഞ്ചമിൻ. ഹർഷിത്, നമുക്ക് പോയി സെർജിയെ കൂടി കൂട്ടി ഇറങ്ങിയാലോ? യാ ഷുവർ. വാ. ഓക്കെ സാർ. ഓക്കെ. മുത്തശ്ശി, അടുക്കളയിൽ ആരുമില്ല. വാ വാ വാ. ഈ പാത്രങ്ങളെല്ലാം തുറന്നു നോക്ക്. എന്തെങ്കിലും ഉള്ളത് നമുക്ക് കഴിക്കാം. ബാക്കിയുള്ളതേ നമുക്ക് മുറിയെ കൊണ്ടുപോയി വെക്കാം. എല്ലാം തുറന്നു നോക്ക്. അയ്യോ മുത്തശ്ശി, എല്ലാ പാത്രങ്ങളും കഴുകി തുടച്ചു വെച്ചിരിക്കുക. എന്റെ ദൈവമേ, ഇവളുമാരി കരുതി കൂട്ടിയാണല്ലോ. എടി, ഇത്തിരി കഞ്ഞിയെങ്കിലും കിട്ടാനുണ്ടോന്ന് നോക്ക്. കഞ്ഞിയില്ല, ചോറുമില്ല. ഓ, എടി, എന്തോ ഈ നോക്കുന്നേ? ഇവിടെ ബിസ്ക്കറ്റും പലഹാരങ്ങളൊക്കെ ഇവിടെ ഇരുന്നേ. അതും എടുത്ത് മാറ്റിയിരിക്കാം മുത്തശ്ശി. ആവശ്യമുള്ള സമയത്ത് ഒരു ഇടിമിന്നൽ പോലും വരുന്നില്ലല്ലോ ദൈവമേ, ഇവളുമാരുടെ തലയിലോട്ട് വീഴാനായിട്ട്. എന്ത് ചെയ്യും മുത്തശ്ശി? എനിക്ക് വിശന്നിട്ട് വയ്യ. എടി, ഇവിടെ ഉള്ളവരെ ഒന്നും കാണാനുമില്ലല്ലോ. നീ ഒരു കാര്യം ചെയ്യ്, നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കാം. അങ്ങനെയാണെങ്കിൽ ബിരിയാണി മതി. ഓ, ബിരിയാണി കിട്ടിയാലേ നീ വിഴുകും. അല്ലെങ്കിൽ തന്നെ ഉള്ള വിമ്മ് മുഴുവൻ കഴിച്ച് വയറിളകി നാശമായിരിക്കുക. എനിക്ക് കുറച്ച് കഞ്ഞി മതി. കഞ്ഞി പയറുവാ നല്ലത്. എനിക്ക് വേണ്ട. കഞ്ഞി പയറൊക്കെ സംസ്കാരമില്ലാത്ത ആളുകൾ കഴിക്കുന്നതാ. എന്നാ പിന്നെ നീ വേറെ എവിടെങ്കിലും പോയി സംസ്കരിക്ക്. എടി, കഞ്ഞിയും പയറും ആവുമ്പോ ഒരു ഇത്തിരി നേരം കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. എന്നിട്ടേ തിന്നിട്ട് നമുക്ക് ഇവിടുന്ന് എങ്ങോട്ടെങ്കിലും ഇങ്ങ് പോകാം. വേണമെങ്കിൽ മതി. വിശപ്പ് സഹിക്കാൻ പറ്റുന്നില്ല. കഞ്ഞി കഞ്ഞി എന്തെങ്കിലും ചെയ്. നീ ആദ്യം കുറച്ച് അടുപ്പത്ത് വെള്ളം എടുത്ത് വെക്കും. അത് മുത്തശ്ശി വെച്ചാ മതി. ഒരു കാര്യം തുടങ്ങുമ്പോ മുതിർന്നവരല്ലേ തുടങ്ങാൻ. പണിയെടുക്കേണ്ട കാര്യം വന്നപ്പോ മുതിർന്നവർക്ക് വല്ലാത്ത പരിഗണന. പോയി വെള്ളം എടുത്ത് വെക്കടി. ആ
അത് അവിടെ ഇരുന്ന് തിളക്കട്ടെ. നീയേ അരിയും പയറും എവിടെ ഇരിക്കുന്നേ നോക്ക്. മുത്തശ്ശി എല്ലാം മാറ്റി വെച്ചിരിക്കുക. ആ അരി പച്ചയ്ക്ക് വെച്ചിരുന്നാലേ അതെങ്കിലും നമ്മളെടുത്ത് കഴിക്കുമെന്ന് അവർക്കറിയാം. അതുകൊണ്ട് അതെടുത്ത് മാറ്റിയതാ. നീയേ ഒരു കാര്യം ചെയ്, ആ മുകളിലുള്ള ഷെൽഫിലുണ്ടോ എന്ന് നോക്ക്. അയ്യോ, അവിടെ ഞാൻ എങ്ങനെ കയറും മുത്തശ്ശി? എന്തെങ്കിലും എടുത്തു വെച്ചങ്ങ് കേറടി. ഇത് വെച്ച് കേറ്. കേറോട്ട്. ഇവിടെ നോക്കി. എന്തോ അവിടെ അപ്പുറത്ത് അത്. ഓ അങ്ങോട്ട് നോക്കടി. അങ്ങോട്ട്. ഓ എടി വല്ലതും കാണുന്നുണ്ടോ? ഇവിടെ ഏതാണ്ടൊക്കെ ഇരിക്കുന്നുണ്ടോ? നിന്നെ ഞാൻ പിടിക്കാം. എടി ഉള്ളതൊക്കെ ഇങ്ങോട്ട് എടുക്ക്, പിന്നീട് നമുക്ക് തിരയാം. മുത്തശ്ശി പയറിയിരിക്കുന്നുണ്ട്. മുളക് പൊടി കണ്ടു. എടി അത് രണ്ടും ഇങ്ങോട്ട് എടുക്ക്. എത്തുന്നില്ലേ? എടുക്കുന്നില്ല മുത്തശ്ശി. അയ്യോ 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 എടി കണ്ണ്. അയ്യോ എന്റെ കണ്ണ് കാണുന്നില്ല. നീറുന്നേ. എവിടെ? അയ്യോ എവിടെ? എണീറ്റോ എണീറ്റോ. എടി മുളക് പൊടിയാ, എന്റെ കണ്ണൊന്നും കാണുന്നില്ല. അയ്യോ അയ്യോ വെള്ളം എവിടെ? പൊടിയത് എന്റെ കണ്ണ് രണ്ടും എരിയാ. അപ്പോഴല്ലേ നിനക്ക് ഊതി തരുന്നത്. കണ്ണ് കണ്ടൂടല്ലോ എന്റെ ഭഗവാനെ. എടി വെള്ളം എവിടാ? എവിടെ?